പഴയ മനുഷ്യരിലേക്ക്, നാം കുറച്ചുകൂടെ നമ്മളുടെ പുരാണങ്ങളിലേക്ക്, നാം നമ്മളുടെ പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ നമ്മളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറച്ചുകൂടെ പഴയതിനെ പുതിയ കുപ്പിയിൽ അല്ലെങ്കിൽ പുതിയ കാലത്തിൽ കൊണ്ടുപോയി വെക്കാൻ നാം ഒരിക്കൽ ഇങ്ങനെയായിരുന്നു, ആ ആ ആ സംസ്കാരം നമുക്ക് വീണ്ടും നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ദേശത്തിനകത്ത് നിൽക്കുന്ന ഒരു കേരളം ഈ ദേശം പിന്നോട്ടേക്ക് നടക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇല്ല, നമ്മുടെ കേരളത്തിൽ അതൊന്നും ചെലവാകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മൾ, അല്ലേ? പുരാണത്തെ പുരാണമായിട്ടും വർത്തമാനകാലത്തെ വർത്തമാനകാലമായിട്ടും ഇന്റർനെറ്റിനെ ഇന്റർനെറ്റായും താളിയോലയെ താളിയോലയായിട്ടും കാണാനുള്ള ബോധമുള്ളവരാണ് നമ്മൾ. ഇന്നങ്ങ് ഇന്റർനെറ്റ് മാറ്റി വെച്ചിട്ട് നാളെ മുതൽ താളിയോല എഴുതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളത് തയ്യാറാവുമോ? പിന്നെ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുള്ളാനുള്ള മരപ്പൊട്ടന്മാർ ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട്. മതത്തെ രാഷ്ട്രീയമാക്കുന്നതും രാഷ്ട്രീയത്തെ മതമാക്കുന്നതുമാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നങ്ങളൊന്ന്, അല്ലാതെ പാരമ്പര്യത്തോടുള്ള സ്നേഹമൊന്നുമല്ല. അപ്പോൾ നമുക്ക് പാരമ്പര്യത്തോട് സ്നേഹം വേണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നതാണ് നമ്മളെ ഇന്ത്യക്കാരാക്കുന്നത്, നമ്മളെ കേരളീയരാക്കുന്നത്. അത് വിട്ടിട്ട് ഒരു കളി നമ്മൾ കളിക്കുന്നില്ല. ലോകത്ത് എവിടെ പോയാലും ഞാൻ അഭിമാനത്തോടെ ഞെളിഞ്ഞു നിന്ന് ആ മുമ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് നീട്ടുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ടാണ്. ഞാൻ ധൈര്യമായിട്ട് തിരിച്ചിങ്ങോട്ട് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മടങ്ങുന്നത് എൻ്റെ കേരളത്തിലേക്കാണെന്നുള്ള ധൈര്യത്തോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 143 രാജ്യം കഴിഞ്ഞിട്ട് എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല.